അമേരിക്കൻ പൗരന്മാർക്ക് പ്രത്യേകിച്ചും ഇറാനിയൻ അമേരിക്കൻ വംശജർക്ക് ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നൽകിയ ശക്തമായ മുന്നറിയിപ്പ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതീവ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ബോംബാക്രമണം നിലച്ചുവെങ്കിലും ഇറാനിലേക്കുള്ള യാത്ര സുരക്ഷിതമാണെന്ന് അർത്ഥമാക്കുന്നില്ല എന്ന സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസ്താവന ഇറാനിയൻ ഭരണകൂടം ഉയർത്തുന്ന കടുത്ത അപകട സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് അടിവരയിടുന്നുണ്ട്. ഈ മുന്നറിയിപ്പിന്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കുന്നതിനും അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചും ഭാവി സാധ്യതകളെക്കുറിച്ചും വിശദമായി അറിയേണ്ടിയിരിക്കുന്നു. യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ നൽകിയ മുന്നറിയിപ്പ് കേവലം ഒരു സാമ്പത്തികമോ ആരോഗ്യപരമോ ആയ ആശങ്കയുടെ പേരിലല്ല, മറിച്ച് ഇറാനിയൻ ഭരണകൂടത്തിന്റെ നയങ്ങളും സമീപനങ്ങളും അമേരിക്കൻ പൗരന്മാരുടെ, പ്രത്യേകിച്ചും ഇരട്ട പൗരന്മാരുടെ ജീവനും സ്വാതന്ത്ര്യത്തിനും ഗുരുതരമായ ഭീഷണി എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുന്നറിയിപ്പ്. ഇറാൻ ഇരട്ട പൗരത്വം അംഗീകരിക്കുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു വ്യക്തിക്ക് അമേരിക്കൻ പൗരത്വം, ഇറാനിയൻ പൗരത്വം ഉണ്ടെങ്കിൽ ഇറാനിയൻ ഭരണകൂടം അവരെ ഇറാനിയൻ പൗരനായി മാത്രമേ പരിഗണിക്കൂ. ഇത് പലപ്പോഴും അമേരിക്കൻ പൗരന്മാർക്ക് അവരുടെ നിയമപരമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതിനും തടവിലാക്കപ്പെടുന്നതിനും കാരണമാകുന്നു. തടവിലാക്കപ്പെട്ട അമേരിക്കൻ പൗരന്മാർക്ക് കോൺസുലാർ സേവനങ്ങൾ എംബസിയിൽ നിന്നുള്ള നിഷേധിക്കുന്നത് ഇറാനിയൻ അധികാരികളുടെ പതിവ് രീതിയാണ്. ഒരു വിദേശ പൗരൻ എന്ന നിലയിൽ ലഭിക്കേണ്ട അന്താരാഷ്ട്ര നിയമപരമായ സഹായങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെടുന്നത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നു. സമീപ വർഷങ്ങളിൽ ഇറാനിയൻ അമേരിക്കൻ വംശജരായ നിരവധി പ്രമുഖരെ ഇറാൻ തടങ്കലിൽ വെച്ചത് ഈ ആശങ്കകൾ വർദ്ധിപ്പിച്ചു. രാഷ്ട്രീയപരമായ കാരണങ്ങളാലോ ചാരപ്രവൃത്തി ആരോപിച്ചോ അല്ലാതെ നിസ്സാരമായ കുറ്റങ്ങൾ ആരോപിച്ചോ ഇരട്ട പൗരന്മാരെ തടങ്കലിൽ വയ്ക്കുന്ന പ്രവണത ഇറാനിയൻ ഭരണകൂടം കാണിച്ചിട്ടുണ്ട്. ഇവരിൽ പലരെയും ദീർഘകാലം വിചാരണ കൂടാതെ തടവിൽ പാർപ്പിക്കുകയും മനുഷ്യത്വരഹിതമായ സാഹചര്യങ്ങളിൽ പാർപ്പിക്കുകയും ചെയ്ത സംഭവങ്ങളുമുണ്ട്. അമേരിക്കൻ ബന്ധങ്ങളുള്ള വ്യക്തികളെ ഏകപക്ഷീയമായി തടങ്കലിൽ വെക്കുന്നതിനുള്ള അപകട സാധ്യതകളെയും ഭരണകൂടത്തിന്റെ ഈ രീതിയെയും കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകുന്നതിനായി state.government.do.not.travel to ഇറാൻ എന്നൊരു പ്രത്യേക വെബ്സൈറ്റ് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഇറാനിലേക്ക് യാത്രയുടെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം പ്രധാനമായും ബോംബാക്രമണങ്ങൾ നിലച്ചുവെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുമ്പോൾ അത് അടുത്തിടെ ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ നടത്തിയ സൈനിക നടപടികളെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സൈനിക നടപടികൾ താൽക്കാലികമായി നിലച്ചിട്ടുണ്ടെങ്കിലും മേഖലയിലെ സംഘർഷ സാധ്യത പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിയൻ ഭരണകൂടം കൂടുതൽ ജാഗ്രതയിലായിരിക്കും. ഇത് വിദേശികളെ, പ്രത്യേകിച്ചും അമേരിക്കൻ പൗരന്മാരെ സംശയത്തോടെ കാണുന്നതിനും കടുത്ത നിരീക്ഷണങ്ങൾക്ക് വിധേയരാക്കുന്നതിനും ഇടയാക്കും. തീവ്രവാദ ഭീഷണികൾ, തട്ടിക്കൊണ്ടുപോകൽ സാധ്യതകൾ, രാഷ്ട്രീയ അസ്ഥിരതകൾ എന്നിവയും ഇറാനിലേക്കുള്ള യാത്രയെ അപകടകരമാക്കുന്നുണ്ട്. ഈ യാത്രാ നിർദ്ദേശം പുറത്തിറങ്ങിയത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ശത്രുത നാടകീയമായി വർദ്ധിക്കുകയും അമേരിക്കയുടെ സൈനിക നടപടികൾ ഉണ്ടാവുകയും ചെയ്ത ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഇസ്രയേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ജൂൺ 13 ഇസ്രയേൽ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇറാനിലെ ആണവ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, IRGC കമാൻഡ് സെന്ററുകൾ എന്നിവ ലക്ഷ്യമിട്ട് വിപുലമായ വ്യോമാക്രമണങ്ങൾ നടത്തി. ഈ ആക്രമണങ്ങൾ ഇറാനിയൻ ആണവ പദ്ധതിക്കും സൈനിക ശേഷിക്കും കാര്യമായ തിരിച്ചടി ഉണ്ടാക്കിയതായി റിപ്പോർട്ടുകളുമുണ്ട്. നിരവധി ഉന്നത IRGC ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് ഇറാൻ ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയായി. ഇത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തുകയായിരുന്നു. അതോടൊപ്പം ഇസ്രയേൽ ആക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷം ജൂൺ 22 അമേരിക്കയും ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന പേരിൽ ഇറാനിയൻ ആണവ അടിസ്ഥാന സൗകര്യങ്ങളെയും സൈനിക സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് ഒരു പ്രത്യാക്രമണം നടത്തി. ഈ അമേരിക്കൻ നടപടി ഇറാനെതിരെ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നതിനും ഇസ്രയേലിന് പിന്തുണ നൽകുന്നതിനും വേണ്ടിയായിരുന്നു. ഈ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. കൂടാതെ ഖത്തറിലെ അമേരിക്കൻ സൈനിക വ്യോമതാവളത്തിൽ പ്രതികാര ആക്രമണങ്ങളും നടന്നു. ഈ നടപടികൾ മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാക്കുമെന്ന ആശങ്കകൾ ഉയർത്തി. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും നടപടികളെ ശക്തമായി അപലപിച്ച ഇറാൻ അവയെ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിന്റെയും ലംഘനമാണെന്ന് മുദ്രകുത്തി. ഇത് തങ്ങളുടെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമായി ഇറാൻ വ്യാഖ്യാനിച്ചു. ഈ സൈനിക നീക്കങ്ങൾ മേഖലയെ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്ക ലോകരാജ്യങ്ങൾക്കിടയിൽ വ്യാപകമായി. എണ്ണവില കുതിച്ചുയരുകയും ആഗോള സാമ്പത്തിക രംഗത്ത് അനിശ്ചിതത്വം നിലനിൽക്കുകയും ചെയ്തു. സൈനിക സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടയിലും നയതന്ത്രപരമായ ശ്രമങ്ങൾ പുരോഗമിക്കുന്നുവെന്നത് ശുഭസൂചന നൽകുന്നുമുണ്ട്. കൂടുതൽ സൈനിക സംഘർഷങ്ങൾ ഒഴിവാക്കാൻ അമേരിക്കയും ഇറാനും ആഗ്രഹിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആഴ്ച ആദ്യം പ്രസ്താവിച്ചത് ശ്രദ്ധേയമാണ്. നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവർ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു. അവർ എന്തെങ്കിലും പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു. വൈറ്റ് ഹൌസിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം സംസാരിച്ച ട്രംപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഇറാനുമായി പ്രാഥമിക ചർച്ചകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരു അനുരഞ്ജനത്തിനുള്ള സാധ്യത തുറന്നിടുന്നുമുണ്ട്.
അതേസമയം ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും അമേരിക്കയുമായി സംഭാഷണം സാധ്യമാണെന്ന് അഭിപ്രായപ്പെട്ടു. എന്നിരുന്നാലും സമീപകാല ആക്രമണങ്ങൾ കാരണം വിശ്വാസം പുനഃസ്ഥാപിക്കുന്നത് വെല്ലുവിളിയാകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇത് ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു നിരുപാധികമായ സംഭാഷണത്തിന് സാധ്യതയില്ലെന്നും വിശ്വാസം വീണ്ടെടുക്കുന്നതിന് സമയം ആവശ്യമാണെന്നും സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും സൈനിക ഇടപെടലുകളേക്കാൾ നയതന്ത്രത്തിലൂടെ സംഘർഷം കുറയ്ക്കാനുള്ള ഇരുപക്ഷത്തിന്റെയും താൽക്കാലിക സന്നദ്ധതയാണ് ഈ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത്. ഈ നയതന്ത്ര നീക്കങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന കടുത്ത ശത്രുത കുറയ്ക്കാൻ സഹായിക്കുമോ എന്നത് കണ്ടറിയണം. എങ്കിലും പൂർണ്ണമായ ഒരു യുദ്ധം ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങൾക്കും താല്പര്യമുണ്ടെന്നത് ആശ്വാസകരമാണ്. ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കാനുള്ള US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നറിയിപ്പ് നിലവിലെ സാഹചര്യത്തിൽ അതീവ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇറാനിയൻ ഭരണകൂടത്തിന്റെ ഇരട്ട പൗരന്മാരോടുള്ള സമീപനം, തടങ്കലിൽ വെക്കാനുള്ള സാധ്യതകൾ, മേഖലയിലെ സൈനിക സംഘർഷങ്ങൾ എന്നിവയെല്ലാം യാത്രക്കാർക്ക് ഗുരുതരമായ അപകട സാധ്യതകൾ ഉയർത്തുന്നുണ്ട്. സൈനിക ആക്രമണങ്ങൾ താൽക്കാലികമായി നിലച്ചുവെങ്കിലും അടിസ്ഥാനപരമായ ഭീഷണികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നയതന്ത്രപരമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അവയുടെ ഫലപ്രാപ്തി എത്രത്തോളമാണെന്ന് വ്യക്തമല്ല.